പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അത്യത്ഭുത നാമത്തിൽ സ്വാഗതം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് ഈ ശുശ്രൂഷകളിലേക്ക് സ്വർഗസ്ഥനായ പിതാവ് ആകർഷിച്ചു കൂട്ടുന്ന സർവ്വജനപദങ്ങളിലേക്കും ബാലികാബാലന്മാർ, വിദ്യാർത്ഥിനികൾ, യുവതീയുവാക്കന്മാർ, വിശ്വാസമുള്ളവർ, വിശ്വാസം മങ്ങിപ്പോയവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, മദ്യപാനത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവർ, രോഗാവസ്ഥയിൽ പീഡിപ്പിക്കപ്പെടുന്നവർ, ആത്മീയ കാര്യങ്ങളിൽ നിന്ന് വീണുപോയവർ, ദൈവത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവർ, ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്നവർ, സർവ്വ മക്കളുടെ മേലും വലിയ ദൈവകൃപ സ്വർഗത്തിൽ നിന്ന് ദാനമായി വർഷിക്കപ്പെടട്ടെ എന്നാദ്യം തന്നെ ഓരോരുത്തർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നവനായ പിതാവ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ തിരുവുള്ളം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാത്യു ചാപ്റ്റർ 11 വേഴ്സസ് 25 and 26, ഇവിടെ ഒരു കാര്യം ദൈവവചനത്തിലൂടെ യേശു വെളിപ്പെടുത്തി തരികയാണ്. പിതാവാണ്
യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്തി തരുന്നത്. പിതാവാണ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന പിതാവ്. യേശു എന്ന വ്യക്തി നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ നമ്മുടെ സ്വന്തം ജ്ഞാനം കൊണ്ടോ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വ്യക്തിയല്ല. യേശു എന്ന് പറഞ്ഞ വ്യക്തി, യേശു എന്ന വ്യക്തിയെക്കുറിച്ച് അറിവ്, യേശു എന്ന വ്യക്തിയെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു വസ്തു പോയി എടുത്തോണ്ട് വരുന്നത് പോലെ, ആ മുറുക്കാൻ പെട്ടിങ് എടുത്തോണ്ട് വരുന്ന പോലെ എടുത്തോണ്ട് വരാൻ പറ്റിയൊരു കാര്യമല്ല. സ്വർഗസ്ഥനായ പിതാവ് സ്വർഗത്തിൽ നിന്നും ഒരു കൃപ തന്നാലേ യേശുവിനെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സഹോദരിയുടെ അനുഭവം. ആ സഹോദരി ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിലിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് യേശുവിലേക്ക് മനസ്സൊന്ന് തുറന്നു കൊടുത്തു. എൻ്റെ പേര് കേതറിൻ. ഞാൻ പച്ചാളത്തു നിന്ന് വരുന്നു. ഞാൻ 6 വർഷത്തോളമായി ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങും. 7 മണിക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ 12 മണി 1 മണി വരെ അവിടെ കിടന്ന് തന്നെ ഉറങ്ങും. പിന്നെ ദൈവമേ 7 മണിക്ക് പ്രാർത്ഥിക്കാനിരുന്ന അവിടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. അലച്ചു തല്ലി പിന്നെ എഴുന്നേക്കണ 2 മണി 1 മണിക്കൊക്കെ. പിന്നെ 2 മണിയാവും എഴുന്നേക്കുമ്പോൾ. ഇവിടെ ഒരു സാക്ഷ്യം കേട്ട ഒരു നേഴ്സിൻ്റെ, ഒരു നേഴ്സ് പരീക്ഷ 4 വർഷമായി അതിന് പരീക്ഷയുടെ റിസൾട്ട് കിട്ടാത്തത്, സർട്ടിഫിക്കറ്റ് കിട്ടാതെ. അപ്പം ഞാൻ അത് ഒരു അതായത് ഹൈദരാബാദിൽ നിന്ന് ഒരു നേഴ്സിൻ്റെ സാക്ഷി ഉണ്ടല്ലോ, ആ സാക്ഷ്യത്തിൽ ഇങ്ങനെ 5 വർഷമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അപ്പം യേശു നാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകം വാങ്ങിച്ചാണ്ട് കൊണ്ടുപോയി. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ റിലീസ് ചെയ്ത് കൊടുത്തു. ആ സാക്ഷ്യം ഈ അമ്മച്ചി കേട്ടു. അപ്പം ഞാൻ ഈശോനോട് ഇങ്ങനെ ഈ പുസ്തകം പിടിച്ച് ഇന്നോട് ഏത് പുസ്തകം അത് ചീത്തയാകാതിരിക്കാൻ നല്ല കവറിലിട്ട് വെച്ചിരിക്കുകയാണ്. ഈ പുസ്തകമാണത്. ഈ പുസ്തകം, ആ പുസ്തകം നല്ല ടോപ്പാണ്. കവർ ഇച്ചിരി മോശമായാലും പുസ്തകം ഉള്ളിൽ നല്ല, അത് ഈ പുസ്തകത്തെ വരേണ്ട ചെളിയെല്ലാം കവറിൽ പറ്റി. അപ്പോൾ ഫ്രൈസല്ലോ നല്ല ഈ പുസ്തകം കവർ ചെറിയ പൊടി പോലും പറ്റാതെ അമ്മ സൂക്ഷിക്കുക. ഈ പുസ്തകം അങ്ങ് വാങ്ങിക്കൊണ്ടുപോയി. എന്നിട്ട് ഈ പുസ്തകം കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 7 മണിക്ക് പ്രാർത്ഥിച്ച പിന്നെ 9 മണിക്കൂർ വരെ 9 മണി വരെ ഉറങ്ങാതെ നല്ല ഭക്തിയോട് പ്രാർത്ഥിക്കും, വചനം വായിക്കും. അതുപോലെ തന്നെ 3 മണിക്ക് എഴുന്നേക്കും. 3 മണിക്ക് എഴുന്നേറ്റാൽ 5 മണിക്കൂർ വരെ 5 മണി വരെ പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ പള്ളിയിൽ പോകും. അങ്ങനെയാണ്. അപ്പൊ തിരിച്ചു വന്നിട്ട് ഇത്തിരി വരും കൂടെ പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ഈശോ തിരിച്ചു കൊടുത്തില്ലേ? ഭക്ഷണം കഴിക്കാനെല്ലാം പറ്റി. അതുപോലെ എൻ്റെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? സമയം കഴിക്കാൻ പറ്റൂല, കാരണം ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെ ഭക്ഷണം അത് എൻ്റെ ദൈവമേ, ഈ അമ്മച്ചിയുടെ ഒരു സങ്കടം. അതായത് അമ്മച്ചി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി 5 മണിക്ക് 10 മണി 9 മണിക്ക് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് 7 മണിക്ക് പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ അലച്ച് തല്ലി കിടന്നോട് ഉറക്കും. പിന്നെ 2 മണിയാവും എഴുതേക്കാം. പിന്നെ എങ്ങനെ ആ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അങ്ങനെ ദിവസങ്ങളോളം രാത്രിക്ക് ഭക്ഷണം ഇല്ല. ഈ പുസ്തകം അങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ 7 മണിക്ക് പ്രാർത്ഥന തുടങ്ങിയ 9 മണി വരെ ജിൽ നല്ല പവർ പ്രയർ പ്രാർത്ഥന. അത് കഴിഞ്ഞ് നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ മര്യാദയ്ക്ക് കട്ടിലെ കിടന്ന് ഉറങ്ങാനും പറ്റും. മറ്റേത് ഇരുന്നും അല്ലേ, പിന്നെ കട്ടിലെ കിടന്ന് ഉറങ്ങാൻ പറ്റി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാവപ്പെട്ട ഒരു എളിയ മകൾ എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഉറക്കം, വചനം വായിക്കുമ്പോൾ ഉറക്കം, പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം. അങ്ങനെയുള്ള സമയത്ത് ഈ മകളുടെ അന്ധകാര പീഡ വിട്ടുപോകുന്നതിന് വേണ്ടി യേശു എന്ന നാമം എഴുതിയ ഒരു പുസ്തകം, ആ ഒരു പുസ്തകത്തിലൂടെ ആ മകൾ യേശുവിനെ അറിഞ്ഞു. ഇന്ന് യേശുവിനെ വഹിക്കുന്ന, യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന, യേശുവിനെ അഭിമാനം കൊള്ളുന്ന, യേശുവിനെ അറിയിക്കുന്ന, യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരു മകളായി ആ മകളെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-45 വാക്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ഒരുവനും എൻ്റെ അരികിലേക്ക് വരാൻ കഴിയുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു.
പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. യേശു എന്ന വ്യക്തി ഒരു രഹസ്യമാണ്, ഒരു മിസ്റ്ററിയാണ്. മാനുഷികമായ ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കുക സാധ്യമല്ല. യേശു എന്ന വ്യക്തിയെ ഗ്രഹിക്കാൻ വേണ്ടി പിതാവായ ദൈവം നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മനസ്സിനെ സ്പർശിക്കും, ആകർഷിക്കും. യേശു പറയുകയാണ്, എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അരികിൽ വരാൻ കഴിയുകയില്ല. ഈ സഹോദരിയുടെ അനുഭവം ശ്രദ്ധിച്ചു നോക്കിക്കേ. യേശു നാമത്തിൻ്റെ ശക്തി എന്ന പുസ്തകം അത് വേറൊരു സഹോദരി വാങ്ങിക്കൊണ്ട് പോയതും ആ സഹോദരിയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും സാക്ഷ്യം പറയുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗസ്നായ പിതാവ് അത് കേട്ടുകൊണ്ടിരുന്ന ഈ അമ്മച്ചിയുടെ ഹൃദയത്തിലേക്ക് സ്വർഗത്തിൻ്റെ ഡിപ്പോസിറ്റ്, സ്വർഗത്തിൻ്റെ ഒരു നിക്ഷേപം പകർന്നു നൽകി. ഒരു തുറവി, ഒരു ദാഹം. യേശു യേശു എനിക്ക് യേശുവിനെ വേണം, എനിക്ക് യേശുവിനെ അറിയണം, എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം വേണം, യേശു എന്നെ സ്പർശിക്കണം. യേശുവിന് വേണ്ടി ഒരു ദാഹം, ഒരു വലിയ ആഗ്രഹം, ഒരു തുറവി. ഒരു മഴയ്ക്കായി കേഴുന്ന വേഴാമ്പലിനെ പോലെ ഈ ഹൃദയം കിടന്ന് തുടിക്കാൻ തുടങ്ങി. പിതാവ് ഒരു നിക്ഷേപം ആ ഹൃദയത്തിലേക്ക് പകർന്ന ക്ഷണം. ഈ വ്യക്തിയെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, യേശു തന്നെ പഠിപ്പിക്കുകയാണ്, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പറയുന്നു, ദൈവത്തിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് നമുക്ക് ആകർഷണം തോന്നിയെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കും, അതല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് വിവരിച്ച് പറയും. അങ്ങനെ വിവരിച്ച് പറഞ്ഞ് കേട്ട് പുസ്തകം വായിച്ച് മനസ്സിലാക്കി, എന്നാൽ ശരി അത് കാണണം, അങ്ങോട്ട് പോകണം, ആ ഒരു സാധനത്തോടൊരു ആഗ്രഹവും ആകർഷണം നമുക്ക് തോന്നും. ഇവിടെ അങ്ങനെയല്ല. ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ, ഒരു കാര്യം കാണുമ്പോൾ, ഒരു വചനം കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ആശയമോ പറയുന്ന വ്യക്തിയോ അല്ല, ആ സമയത്ത് സ്വർഗസ്നായ പിതാവ് നമ്മുടെ ഉള്ളിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു നിക്ഷേപം, ഒരു വരം അങ്ങ് നിക്ഷേപിക്കുകയാണ്. ഒരു വരം നിക്ഷേപിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ആഗ്രഹമാവും. നമ്മൾ അതിൻ്റെ തിയോളജിയും അതിൻ്റെ റൂട്ടും അതിൻ്റെ ഒന്നും നമ്മൾ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ദാഹം, ആഗ്രഹം, ജ്വലനം, തീഷ്ണത. യേശു യേശു യേശു, ഒരു തീഷ്ണത. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 65-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരാൻ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ. Hallelujah. ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 65 അവിടെ പറയുകയാണ്, ഇതൊരു വരമാണ്, ഒരു വരം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് ആരെങ്കിലും സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു പുസ്തകം കാണുമ്പോൾ, എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ, ആ കാണുന്ന മാത്രയിൽ, ആ കേൾക്കുന്ന ക്ഷണത്തിൽ സ്വർഗത്തിൽ നിന്നൊരു വരം നമ്മുടെ ഉള്ളിലേക്ക് പിതാവ് നിക്ഷേപിക്കും. ആ വരം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് അറിയുമ്പോൾ നമ്മുടെ ഉള്ളം ദാഹിക്കാൻ തുടങ്ങുകയാണ്. ദാഹനീരനായി കേഴുന്ന പേടമാനെ പോലെ നമ്മുടെ ഹൃദയം ദാഹിക്കാൻ തുടങ്ങുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഗസ്തീനോസ് പുണ്യവാളൻ റോമാലേഖനം 13-ാം അധ്യായം 12-ാം വാക്യത്തിലെ വചനം കേട്ടു. ഇതാ രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന് ആയുധങ്ങൾ ധരിക്കാം. ഈ വചനങ്ങൾ കേട്ടപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു ഗിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയം കിടന്ന് പടയ്ക്കാൻ തുടങ്ങി. അനുതാപമായി, ദാഹമായി, ആഗ്രഹമായി, യേശുവിനെ അന്വേഷിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടായി. ആ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. പിതാവ് വരം ചൊരിയുന്നുണ്ട്. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗസ്നായ പിതാവ് സ്വർഗത്തിൽ നിന്ന് വരങ്ങൾ ചൊരിയുന്നുണ്ട്. അതിലേറ്റവും ടോപ്പ് വരമാണ് യേശുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം, യേശുവിനോട് അടുപ്പം. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൽ 37-ാം തിരുലിഖിതം, ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 37.
അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒരു വ്യക്തി യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്നത്, ഒരു വ്യക്തി യേശുവിന് മുമ്പിൽ കരയുന്നത്, ഒരു വ്യക്തി യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറയണമെങ്കിൽ പോലും പിതാവിൽ നിന്ന് വരം ആ വ്യക്തിയുടെ ഉള്ളിൽ നിറയണം. ആ വ്യക്തിയുടെ ഉള്ളിൽ നിറയണം. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ശുശ്രൂഷകളിലേക്ക് പോകാൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ സഭാ യോഗങ്ങളിലേക്ക് പോകാൻ, പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ, സന്ധ്യാ പ്രാർത്ഥനകളിൽ കൂടാൻ, ധ്യാനങ്ങളിൽ പങ്കുചേരാൻ, കൂദാശകൾ സ്വീകരിക്കാൻ, അനുതപിക്കാൻ, പാപുപേക്ഷിക്കാൻ, പ്രാർത്ഥനാ ജീവിതം തുടങ്ങാൻ പിതാവിൻ്റെ വരം നമ്മുടെ മേൽ ചൊരിയപ്പെടേണ്ടതുണ്ട്. തൻ്റെ അടുക്കൽ വരുന്നവരെ യേശു എങ്ങനെയാണ് കാണുന്നത്? അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശിശുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ യേശു കാണുന്ന അങ്ങനെയല്ല. യേശു കാണുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ 6:44 പറഞ്ഞെങ്ങനെയാണ്? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെ. യോഹന്നാൻ 6:45 ദൈവത്തിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. യോഹന്നാൻ 6:65 പിതാവിൽ നിന്ന് വരം ലഭിച്ചവർ. യോഹന്നാൻ 6:37 എൻ്റെ പിതാവ് എനിക്ക് നൽകുന്ന എല്ലാവരും, എൻ്റെ പിതാവ് എനിക്ക് സ്വന്തമായി തന്ന എൻ്റെ സ്വന്തങ്ങൾ. ഇതുപോലെ വലിയ നിലയിലാണ് തൻ്റെ അരികിലേക്ക് വരുന്ന ഒരുവനെ യേശു കാണുന്നത്. എന്നിട്ട് യേശു ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനം, എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെ തള്ളിക്കളയില്ലെന്ന് മാത്രമല്ല, അവൻ മരിച്ചാലും മരണത്തിനപ്പുറത്ത് ഞാൻ അവന് ഗ്ലോറി കൊടുക്കും, ഞാൻ അവന് മഹത്വം കൊടുക്കും. യോഹന്നാൻ 6:40 തിരുലിഖിതം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കുക തന്നെ ചെയ്യും. അവന് നിത്യജീവന്റെ ഉയർപ്പ്, മഹത്വത്തിൻ്റെ ഉയർപ്പ്, a resurrection of glory അവന് വേണ്ടി യേശു ഒരുക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒരു പാവപ്പെട്ട മനുഷ്യൻ സാധാരണ ഒരു കുടുംബത്തിൽ, സാധാരണ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു എളിയ പൈതലിന്റെ മേൽ എങ്ങനെയാണ് ഈ വരം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോസഫ്. ഞാൻ കോതമല ഇടവക കോലളിയിൽ നിന്ന് വരുന്നു. 30 വർഷമായി സ്ഥിരം മദ്യപാനിയായിരുന്നു. 30 വർഷമായി സ്ഥിരം മദ്യപാനിയായിരുന്നു. ആ സമയത്താണ് 2011 കോതമംഗലത്ത് വട്ടരത്തിൻ്റെ ധ്യാനം നടക്കുവാണെന്ന് കുടുംബം പറഞ്ഞു, ഭാര്യ പറഞ്ഞു. മനുഷ്യ 2000 വെള്ളം കുടിച്ച് ഒരു ലെവലായി. നവംബർ 21, 26 തീയതികളിലെ ധ്യാനം മുഴുവനും കൂടി. എങ്ങനെയാ എനിക്കത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനത്തെ വിഷയങ്ങൾ, എനിക്ക് വെള്ളം അങ്ങനെയുള്ള ചില കാര്യങ്ങളല്ലാതെ ഇങ്ങനത്തെ ധ്യാനം ഇതൊന്നും താല്പര്യമില്ല. ഞാൻ ഭാര്യ അങ്ങോട്ട് പറഞ്ഞിട്ട് കൊണ്ട് കൂടിച്ച് ഞാനും ഭാര്യയും കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ എന്തോ അത്ഭുതങ്ങൾ നടന്നു. ആ പ്രാർത്ഥനയിൽ ദൈവം അങ്ങോട്ട് ഇടപെട്ടു. 30 വർഷമായ മദ്യപാനായിരുന്നു. ആ അത്ഭുതം നടന്ന പിന്നെ ഞാൻ എന്നും ദൈവത്തെ പ്രാർത്ഥിച്ചും പള്ളിയിൽ സംസാരിച്ചും കുർബാനയും കൈകൊണ്ട് നടന്നു പ്രാർത്ഥനയായിട്ട് നടക്കുകയാണ്. 5 വർഷമായി ആ സാധനം, മദ്യം എന്ന സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്നും 5 വർഷമായി കൈകൊണ്ട് തൊട്ടിട്ടില്ല. ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ പ്രാർത്ഥനയും ഈ കൂട്ടായ്മയാണ് നമ്മളെ വിജയം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് 56 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോൾ 56 വർഷമായി. അതിൽ 30 വർഷവും പോയി മദ്യത്തിൽ പോയി. ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട്. കുമ്പസാരം കുർബാനയൊക്കെ ഇപ്പൊ ആയില്ലേ? ഇപ്പൊ കുമ്പസാരിക്കാൻ പറ്റും. കുമ്പസാരമുണ്ട്, എല്ലാ പള്ളിയിലൊക്കെ പോകും അല്ലേ? പള്ളിയിലൊക്കെ പോവോ? പള്ളിയിൽ പോകും, പ്രാർത്ഥന ചെല്ലും, കുമ്പസാരം, കൂട്ടായ്മ, ഇതേപോലെ ധ്യാനത്തിനൊക്കെ വരും. പ്രൈസ് നോക്കി 30 വർഷമായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്നത്.
ആ ഭാര്യ പറഞ്ഞു നമുക്ക് കൺവെൻഷന് പോകണം. അത് ഈ ചേട്ടൻ കേട്ടു. ആ കൺവെൻഷന് കൂടി ഇപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം തോന്നി. രണ്ടുപേരും കൂടി കരഞ്ഞ് പ്രാർത്ഥിച്ച്. പിന്നെ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല അല്ലേ? തൊട്ടിട്ടില്ല. എത്ര വർഷമായിപ്പോ? ഈ നവംബർ 26-ാം തീയതി വരുമ്പോൾ 5 വർഷം പൂർത്തിയാവും. നവംബർ 26-ാം തീയതി വാർഷികമാണ്. അപ്പോൾ സംഭവം 2011 കോതമംഗലത്ത് 5 വർഷത്തിൻ്റെ. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, അതിന് മുമ്പ് വട്ടായലച്ചനോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ഈ കൺവെൻഷനോട്. എനിക്ക് ഈ ധ്യാനവും പ്രാർത്ഥന എത്ര ഇഷ്ടമായി തോന്നിയില്ല. എന്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എങ്ങനെ മനുഷ്യന്മാർ ലോകത്തിൽ. സന്തോഷമാണ്. ഇപ്പോൾ സന്തോഷമാണോ? അതെ. സന്തോഷമാണോ? അതെ. ഇനി ഒരു കന്നാസോ വല്ല കുപ്പിയോ വല്ലതും കണ്ടാൽ വല്ല പ്രശ്നമാവുമോ? തൊടിയില്ല. പലരും കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് നോക്കി, തൊട്ടിട്ടില്ല. പിന്നെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. 56 വയസ്സിനുള്ളിൽ 30 വർഷം പോയി. സ്ഥിര മദ്യപാനായിരുന്നു. പക്ഷെ കർത്താവ് രക്ഷിച്ചു. ആ മദ്യപിക്കുന്ന കാലത്ത് പ്രാർത്ഥനയും ജപവും കർമ്മവും ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ലായിരുന്നു. ഇപ്പോഴോ 5 വർഷമായിട്ടുണ്ട് സന്ധ്യാപ്രാർത്ഥന. എല്ലാവർക്കും സന്തോഷമായോ? എല്ലാവർക്കും അതെ. എല്ലാവർക്കും സന്തോഷമായി. ചേട്ടന് സന്തോഷമായോ? ഇപ്പൊ നല്ല മദ്യപിക്കുന്നതിനേക്കാളൊക്കെ നല്ല സന്തോഷമല്ലേ ഇപ്പൊ? മനസ്സിന് നല്ല തൃപ്തി, നല്ല സന്തോഷം. കുടിയന്മാരെല്ലാം കേൾക്കാൻ വേണ്ടി പറയണത് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിന് ഇപ്പം നല്ല തൃപ്തിയുണ്ട്, നല്ല സന്തോഷമുണ്ട്, പ്രാർത്ഥിക്കാനും പറ്റുന്നുണ്ട്. വീട്ടിലാണെങ്കിലും നല്ല ദൈവാനുഗ്രഹമായി എല്ലാം ദൈവത്തിൻ്റെ വലിയൊരു സമാധാനം ദൈവം തന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയം കല്ല് പോലെ യേശുവിനോടൊരു താല്പര്യമോ തുറവിയില്ലാതെ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കല്ലിച്ചൊരു ഹൃദയമായിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം ഹൃദയം മാംസളമാക്കി തരണമേ എന്ന് പിതാവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലക്ഷോപലക്ഷം മക്കളുടെ മേൽ സ്വർഗസ്ഥനായ പിതാവ് വരങ്ങൾ ചൊരിയുന്ന സമയമാണിത്. 2 കരങ്ങൾ ഉയർത്തി എളിമയോടെ ഉറക്കെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ ഹൃദയത്തെ കഴുകണമേ, എൻ്റെ മനസ്സിനെ കഴുകണമേ, എൻ്റെ ആത്മാവിനെ കഴുകണമേ, എന്നെ രക്ഷിക്കണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ എന്നെ പൂർണ്ണമായി കഴുകണമേ, പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ എന്നെ പൂർണ്ണമായി കഴുകണമേ, എന്നെ പൂർണ്ണമായി കഴുകണമേ. ഈ നിമിഷങ്ങളിൽ അനേകം കുടുംബങ്ങളിൽ നിന്ന് വലിയ തരത്തിലുള്ള അഹങ്കാരം, പ്രാർത്ഥനയുടെ മടുപ്പ്, വിരസത, വിമത സ്വഭാവം, പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവസ്ഥ, കല്ലുപോലുള്ള അവസ്ഥ ഇതാ കർത്താവ് എടുത്തു മാറ്റുന്നു, വിടുതൽ നൽകുന്നു. പ്രാർത്ഥിക്കുന്നു. ചിന്തയും ഞാനെന്ന യേശുവിന്റെ തകരട്ടെ, അഹങ്കാര ചിന്തയും ഞാനെന്ന ഭാവം യേശുവിന്റെ തകരട്ടെ, വാശി സ്വഭാവവും മാത്സര്യ ചിന്തയും യേശുവിന്റെ തകരട്ടെ, യേശുവിന്റെ തകരട്ടെ, വാശി സ്വഭാവവും മാത്സര്യ ചിന്തയും യേശുവിന്റെ തകരട്ടെ, യേശുവിന്റെ തകരട്ടെ. രക്തത്താലെന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയ കഴുകണമേ, രക്തത്താലെന്നെ കഴുകണമേ,
തിരുച്ചോര തുള്ളിയ കഴുകണമേ തിരുരക്തത്താലെ തിരുച്ചോരയാലെ പൂർണ്ണമായി ജീവിതങ്ങളെ സ്പർശിക്കണമേ. പൂർണ്ണമായി കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദ സമയത്തെല്ലാ മക്കളും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കർത്താവേ, കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുതമായ കൃപകൾ ഇപ്പോൾ വർഷിക്കണമേ. പിതാവേ, വരങ്ങൾ ചൊരിയണമേ. യേശുവിനെ അറിയാൻ, യേശുവിനെ ആരാധിക്കാൻ, യേശുവിനെ അറിയിക്കാൻ, യേശുവിന് ശുശ്രൂഷകരാകാൻ, യേശുവിന് ശിഷ്യന്മാരാകാൻ ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ ജീവിതങ്ങളിലേക്കും സ്വർഗീയ വരങ്ങൾ ഇപ്പോൾ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ആനന്ദമുണ്ടാനന്ദമുണ്ട്, എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ടാനന്ദമുണ്ട്, എനിക്കേശുവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ടാനന്ദമുണ്ട്, എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്.